എടാ മോനെ നിങ്ങളെ ഞാനിപ്പോൾ ഒരു ജൈനക്ഷേത്രമാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, ബാ. കണ്ടോ, ഇതാണ് ഭൂമിക്കടിയിലെ ക്ഷേത്രം. ഇതെവിടെയാണെന്ന് നിങ്ങൾ ഇൻബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നോക്കൂ, കണ്ടോ, നല്ല കൊത്തി വെച്ചിരിക്കുകയാണ്. ശിലകളിൽ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത്, കല്ലിൽ കൊത്തിയെടുത്ത പ്രതിമകളാണ്. അങ്ങനൊരു ഗാനമുണ്ടല്ലോ, കല്ലിൽ കൊത്തിയെടുത്ത കവിത എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായിട്ട് കൊത്തിവെച്ച പ്രതിമകളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റുമുണ്ട്, ഈ അമ്പലത്തിൻ്റെ ചുറ്റും കൊത്തുപ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടുള്ള പ്രതിമകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവൻ്റെ ശിലയിരിക്കുന്ന അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത്. അവർ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് രാവിലെയും വൈകിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ സാധിക്കും. നല്ല തണുപ്പാണ്. ഈ കല്ലായതുകൊണ്ട് നല്ല കൂളിങ്ങാണ്. നല്ല കാറ്റുണ്ട്. എവിടുന്ന് കാറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. നല്ല കൂളിങ്ങും നല്ല കാറ്റുമാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ. ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ. കാരണം ഈ കല്ലിൽ കൊത്തിയ ഒരു ക്ഷേത്രമല്ലേ. ഇതിൻ്റെ അകമെന്ന് പറയുന്നത് നല്ല വായുസഞ്ചാരമെല്ലാം ഉണ്ട്. ലൈറ്റൊന്നുമില്ല, ഇരുട്ടാണ്. കല്ലിനകത്ത് കൊത്തിയതാണ്. പക്ഷെ നല്ല കാറ്റും നല്ല തണുപ്പും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എടുക്കാവോ? ഇങ്ങനെ എടുത്താൽ വൃത്തിയുണ്ടോ? ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർത്തമാന മഹാവീരനും പിന്നെ അദ്ദേഹത്തിൻ്റെ 24 തീർത്ഥങ്കരന്മാരുടെയും ശില്പങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വളരെ കുറവാണ് ഈ ജൈന ടെമ്പിള്. അതിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 24 തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളും അതോടൊപ്പം തന്നെ ജൈന മതത്തിലെ സന്യാസിയായ വർത്തമാന മഹാവീരൻ്റെ ശില്പവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വർത്തമാന മഹാവീരൻ്റെ തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതുണ്ടോ, ചെറിയ ചെറിയ എഴുത്തുകൾ ഇവിടെ ലിപികൾ എഴുതിയിട്ടുണ്ട്. ലിപികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ചെറിയ ചെറിയ ലിപികൾ ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ലിപികളിൽ എന്തൊക്കെയോ എഴുത്തുകളാണ്, അതായത് ഈ പുരാണങ്ങളെ പറ്റിയുള്ള കഥകളായിരിക്കാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു ഒറ്റപ്പാറ, അതായത് വലിയൊരു മല പോലുള്ള ഒരു പാറയാണ്. ആ പാറയിലാണ് ഇതെല്ലാം കുത്തിവെച്ചിരിക്കുന്നത്. ഈ പ്രതിമകളും പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ എഴുത്തുകളും. ഇത് ഇവരെക്കുറിച്ചുള്ള എഴുത്തുകളായിരിക്കാം, ഇവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളായിരിക്കാം എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കല്ലാണ്, ശിലയാണ്. ഭയങ്കരമായ വലിയൊരു ശിലയാണ്. ഇതിലാണ് കുത്തി ശിലകൾ, ചെറിയ ചെറിയ പ്രതിമകൾ കുത്തിയെടുത്ത് നല്ല ഭംഗിയിലാണ് അവരത് കുത്തിയെടുത്തിരിക്കുന്നത്, അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശിലകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് 8ാം സെഞ്ച്വറിയിലാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 20th സെഞ്ച്വറിയാണ്. അപ്പോൾ 8ാം സെഞ്ച്വറിയിൽ നിർമ്മിച്ച ശിലകളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്.
അതിൽ വളരെ ഫേമസ് ആയ ഒരു ശിലയുണ്ട്. യാഷിനി അംബിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശില്പമുണ്ട്. അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അതൊരു നൃത്തം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നൃത്തം ചെയ്തിരിക്കുന്ന ഒരു ഇതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2 പൂർവികർ വന്നിരിപ്പുണ്ട്. അവരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലൊന്നും കഴിക്കാനില്ല, ഇല്ലാന്ന് ഇപ്പോൾ തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോയാൽ. അടുത്തോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയോ തേടുക, കഴിക്കാൻ വേണ്ടിയുള്ളതൊക്കെ തേടുകയാണ്. എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കിയാണ് വരുന്നത്. എൻ്റെ അമ്മ ഇഷ്ടം പോലെ ഉണ്ട്. കൊടുക്കണോ? അറിയെടുക്കും. ആദ്യത്തെ വേറെ വീഡിയോ ആണെന്ന് തോന്നുന്നു. എന്നാടാ എടുത്തോ. എടുത്തോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീണ്ടും കാണും വരേക്കും ബൈ ബൈ.